ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക്ബുക്ക്. ജാഷീസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കക്കയിറച്ചി കൊണ്ട് റോസ്റ്റ് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുള്ളത് തന്നെയാണല്ലേ. വലിയ പുതുമ ഒന്നുമില്ല അല്ലേ. എന്നാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കക്ക റോസ്റ്റിൽ ചേർക്കുന്ന അതേ ചേരുവകളൊക്കെ ചേർത്ത് വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ കക്കയൊക്കെ ഫ്രൈ ചെയ്താണ് ഇന്ന് ഞാൻ കക്ക റോസ്റ്റ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഫ്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ ചിക്കനും മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ കക്ക ഫ്രൈ ചെയ്യുന്നത്. ഉപ്പും എരിവും മസാലയൊക്കെ നല്ല പോലെ കക്കയിൽ പിടിക്കുന്ന തരത്തിലാണ് നമ്മളിന്ന് കക്ക ഫ്രൈ ചെയ്ത് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. പല പ്രാവശ്യമായിട്ട് ഇതിന് മുന്നേ 3 കക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയും ഒരുപാട് റെസിപ്പികൾ ജാഷീസ് കുക്ക് ബുക്കിൽ കാണാനും പരീക്ഷിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ കക്ക റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. ആദ്യം തന്നെ നമുക്ക് റോസ്റ്റിലേക്കുള്ള പൊടികളെല്ലാം ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ ബൗളിൽ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ സുർക്ക അതായത് വിനാഗിരി, ഇവയെല്ലാം കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ മിക്സാക്കി നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാനോ ചട്ടിയോ ചൂടാക്കി അതിലേക്ക് അഴുക്കൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ കക്ക ചേർത്ത് കൊടുക്കാം. കക്ക നന്നായി ചൂടാക്കി അതിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. കണ്ടില്ലേ, ഇത്രത്തോളം വെള്ളം കക്ക ചൂടായപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ഈ വെള്ളം മുഴുവനായി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പം വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന പൊടികളും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കക്ക വെളിച്ചെണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. അതുപോലെ തന്നെ പൊടികളെല്ലാം നന്നായി മൂക്കുകയും വേണം. അപ്പം അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കൂടെ പൊടികൾ ചേർക്കുന്നതിൻ്റെ കൂടെ ചേർക്കണേ. ഞാനത് അപ്പം ചേർക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ റോസ്മെല്ലാം നന്നായി മാറിയിട്ടുമുണ്ട്. മാത്രമല്ല കക്കയിൽ നല്ല പോലെ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച് കക്ക ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ നല്ല പോലെ മസാലയും ഉപ്പും പുളിയൊക്കെ കക്കയിൽ പിടിച്ചോളും. ഇനി നമുക്കിതിലേക്ക് 2 സബോള അരിഞ്ഞതും 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തക്കാളിയും സബോളയൊക്കെ ഒന്ന് വേവിക്കാം. വെള്ളമൊന്നും തരി പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം തക്കാളിയിൽ നിന്നെല്ലാം വന്നോളും. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ആവശ്യത്തിന് വെള്ളം ഉണ്ട് ഇപ്പോൾ ഇതിൽ. പക്ഷെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് മുമ്പ് 2-3 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. സബോള ഒന്നുകൂടെ വെന്തൊന്ന് ട്രാൻസ്പെറൻ്റ് ആവട്ടെ. ഇതായിപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് അതിലെ വെള്ളം എല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണയും പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വരട്ടി ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.
അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു കക്ക റോസ്റ്റാണ് കേട്ടോ ഇത്. ഒരു പ്രാവശ്യമെങ്കിലും കക്ക റോസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എന്നും ഈ ഒരു മെത്തേഡിലാണ് നിങ്ങളിത് ഉണ്ടാക്കൂ. അത്രയും ടേസ്റ്റിയാണിത്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.